ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് ഹലുവ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അത് കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇനി ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കാം. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ബ്രെഡ് 3 കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ പാനൊക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ലോ ഫ്ലെയിമിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റസ്കിൻ്റെ ടെക്സ്ചറാണ് ഈ ഒരു ബ്രെഡിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ഹൽവ ഉണ്ടാക്കുമ്പോൾ 2 സൈഡും ഒരേപോലെ തന്നെ ക്രിസ്പി ആവണം. ലോ ഫ്ലെയിമിൽ വേണം ടോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാനിൻ്റെ സെൻറ്ററിലുള്ള ബ്രെഡൊക്കെ നന്നായി ക്രിസ്പിയായി റസ്കിൻ്റെ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കുക. ഈ ഒരു ബ്രൗൺ മതി നമുക്ക്, കൂടുതൽ ബ്രൗൺ ആവും വേണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു 5 മിനിറ്റ് മാത്രം മതി ടോസ്റ്റ് ചെയ്യാൻ, കൂടുതൽ നേരം വെക്കും വേണ്ട. ഇനി സൈഡിലുള്ള ബ്രെഡ് നമുക്ക് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ബ്രെഡും ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലൊരു 1/2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിൽ ഇപ്പോൾ ഏത് നട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 20 റൈസിൻസും അതുപോലെ 10 ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നട്ട്സ് ഒന്ന് റോസ്റ്റ് ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ നട്ട്സ് റോസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ നെയ്യ് എല്ലാ നട്ട്സിലും പിടിക്കണം. പിന്നെ കൂടുതൽ നെയ്യോ അല്ലെങ്കിൽ കൂടുതൽ ബട്ടറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. പിന്നെ ഇത് 2 മിനിറ്റോളം മതി നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മളെ നട്ട്സ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പാലിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ 3 ഏലക്കായ കൂടിയും ചേർത്ത് നന്നായി മിക്സായി കൊടുക്കുക. ഇനി നമുക്ക് ഈ പാലൊന്ന് കുറുകിയെടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് തേന് ചേർക്കണമെങ്കിൽ ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തേന് ചേർക്കാൻ പറ്റും. ഇതിന് ശേഷം നന്നായി ഒന്ന് മിക്സായി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പാലം തിളച്ച് വരുന്നുണ്ട്. നേരത്തെ നമുക്ക് ഫ്ലെയിം ലോ ആക്കാം. ഇനി നമുക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് അതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇട്ടുകൊടുക്കുന്ന നേരത്ത് ഒന്നൊന്നായിട്ട് ഇട്ടുകൊടുത്താൽ മതി, കൂടുതലും എല്ലാതും ഒരുമിച്ച് ഇട്ടുകൊടുക്കരുത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഇട്ടുകൊടുത്തതിന് ശേഷം മിക്സ് ആക്കുമ്പോൾ ഉടയാതെ സൂക്ഷിക്കണം. നമ്മളിത് മെല്ലെ മിക്സായി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാല് എല്ലാ ബ്രെഡിലും ഒരുപോലെ തന്നെ പിടിക്കണം. അപ്പോൾ മിക്സ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം മിക്സായി കൊടുക്കാൻ. അതുപോലെ തന്നെ ഈ പാല് എല്ലാ ബ്രെഡിലും ഒരുപോലെ തന്നെ പിടിക്കണം. അപ്പോൾ ഈ പാല് എല്ലാ ബ്രെഡിലും ഒരുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി മിക്സായി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഹൽവ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇനി ഒരു ഗാർണിഷിന് വേണ്ടി ഞാൻ അതിന് മേലെ കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.